ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് അങ്ങനെ പുതിയ ഹൈ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഇന്നലെ ടോപ്പ് ഹൈ എന്ന രീതിയിൽ പ്രൈസ് പോയിട്ടുണ്ടായിരുന്നു. ബിറ്റ്കോയിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 93,438 USD റേഞ്ചാണ് നിൽക്കുന്നത്. ആൾട്ട് കോയിൻസ് ഹൈ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആൾട്ട് കോയിൻസ് 85,000 USD കഴിഞ്ഞ ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഹൈ ഒരു 100% മുകളിൽ വന്ന പ്രോജക്റ്റൊക്കെ ഏകദേശം നിങ്ങൾക്ക് സ്റ്റാർട്ട് സെൽ എന്ന രീതി 15 to 25% സെല്ല് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെല്ല് പലരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പലർക്കും നല്ല പ്രോഫിറ്റാണ്. ഇനി നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈ പോകുമോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ട് കണ്ടീഷനാണ് എപ്പോഴും പ്രധാനമായിട്ടുള്ളത്. ഗോൾഡിൻ്റെ പ്രൈസ് സൈഡ് വേസ് ആണ്, അല്ലെങ്കിൽ ക്രാഷ് ആവാതെ നിൽക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. ഗോൾഡിൻ്റെ പ്രൈസ് സൈഡ് വേസ് തന്നെയാണ്, പക്ഷേ ക്രാഷ് ഒന്നും അല്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ബിറ്റ്കോയിൻ്റെ പ്രൈസ് അപ്പ് ട്രെൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ചിലപ്പോൾ 1 lakh USD വരെ പോകാം ഗോൾഡിൻ്റെ പ്രൈസ് ക്രാഷ് ആവാതെ നിൽക്കുകയാണെങ്കിൽ. അതനുസരിച്ച് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും ഹൈയിലോട്ട് വരുന്നതായിരിക്കും. ഏകദേശം നമ്മുടെ സൊളാനയൊക്കെ ഏകദേശം നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് പലർക്കും വന്നിട്ടുണ്ട്. 247 USD റേഞ്ച് വരെ വന്നിട്ടുണ്ട്. 10 USDക്ക് താഴെ വരെ ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മുടെ കാർഡിനോ എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് ഹൈ ടച്ച് ആയിട്ടുണ്ട് 0.84. ഓക്കെ, 0.30 പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ് താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന്. കാർഡിനോ ഏകദേശം പുതിയ ഹൈ തന്നെയാണ് ടച്ചായി നിൽക്കുന്നത്. നമ്മുടെ XRP എന്ന് പറയുന്ന ഹൈ ട്രെൻഡ് തന്നെയാണ്. 0.40 പറഞ്ഞാണ് 1.25 വരെ പോയിട്ട് 1.26 ചില എക്സ്ചേഞ്ചിൽ ആ ഒരു റേഞ്ചിൽ നിന്നിട്ട് ഇപ്പോൾ ഏകദേശം 1.10 ആണ് നിൽക്കുന്നത്. വെർജും നല്ല പ്രോഫിറ്റാണ്. മിക്ക പ്രോജക്റ്റും നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ. മെമി പ്രോജക്റ്റിനെ കുറിച്ചും പറയുന്നതായിരിക്കും. മെമി പ്രോജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു പോയിൻ്റാണ്, കൂടുതൽ ഫണ്ട് യൂസ് ചെയ്യരുത്. ഒരു 20 അല്ലെങ്കിൽ 30 USD മാക്സിമം യൂസ് ചെയ്യുക. അതിനപ്പുറം ഒരിക്കലും ഒരു മെമി പ്രോജക്റ്റിലും വന്നിട്ട് നിങ്ങൾ ഫണ്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യരുത്. കുറച്ച് മെമി പ്രോജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്യുക. അങ്ങനെ പറഞ്ഞ കുറച്ച് മെമി പ്രോജക്റ്റ് ആയിരുന്നു ഞാൻ മുമ്പുള്ള വീഡിയോസിൽ. ബോങ്ക്, അതുപോലെ തന്നെ പെപ്പെ എന്ന് പറയുന്ന പ്രോജക്റ്റ്, പിന്നെ ഫ്ലോക്കിനു, ഇങ്ങനത്തെ കുറച്ച് പ്രോജക്റ്റ് മാത്രമാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അല്ലാത്ത പ്രോജക്റ്റ് ഒന്നും മെമി പ്രോജക്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ല. നല്ല പ്രോജക്റ്റ് എന്ന് തോന്നിയത് കൊണ്ടാണ് പറഞ്ഞത്. അതെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ഹൈയിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.5 വർഷമായിട്ട് നമ്മൾ മെമി പ്രോജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഫണ്ട് യൂസ് ചെയ്യരുത്. നല്ല പ്രോജക്റ്റിൽ കുറച്ച് ഫണ്ട് മാത്രം യൂസ് ചെയ്ത് ലോങ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പെപ്പെ, അതുപോലെ തന്നെ ബോങ്ക്, ഇങ്ങനത്തെ പ്രോജക്റ്റ് എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി ഹംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് റിസ്ക് ആണ് കൂടുതൽ, എങ്കിൽ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ കൂടുതൽ പ്രതീക്ഷ വേണ്ട. 10 അല്ലെങ്കിൽ 20 USD നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ചെയ്യാൻ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഹംസ്റ്റർ കോമ്പാക്റ്റുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്ത ടൈം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. പക്ഷേ പെപ്പെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോങ്കും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ ഹൈയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാളും നല്ല രീതിയിൽ നമ്മുടെ CET നല്ല രീതിയിൽ മെച്ചപ്പെട്ട പ്രകടനത്തിലോട്ട് ഹൈ എന്ന രീതിയിലോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഡോഗി നമുക്ക് നല്ല രീതിയിൽ തന്നെ റിട്ടേൺ വന്നിട്ടുണ്ട്. ബാറ്റ് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഹൈയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സിലിക്ക, ബാറ്റ്, അയോട്ട, EOS ഇങ്ങനത്തെ പ്രോജക്റ്റ് എല്ലാം ഹൈ തന്നെയാണ്. പക്ഷേ 50%, 60% ആണ് ഹൈ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മുടെ മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതായത് ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോജക്റ്റിനെ കുറിച്ച് പാർട്ട് ഫസ്റ്റ്, പാർട്ട് സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അന്ന് ഞാൻ ടോൺ പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോൺ എന്ന് പറയുന്ന പലർക്കും 100-150% വരെ പ്രോഫിറ്റ് എന്ന പ്രോജക്റ്റാണ്. 2 USD എത്തിയ ടൈം ഞാൻ ടെലിഗ്രാമിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെലിഗ്രാമുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റാണ്, താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിയർ, അതുപോലെ തന്നെ APT, അതുപോലെ തന്നെ പോളിഗൺ ഇപ്പോൾ 0.45 ആണ്. പോളിഗൺ അല്ലെങ്കിൽ മാറ്റിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈനാൻസ് എക്സ്ചേഞ്ച് ഡീലിസ്റ്റ് ചെയ്യുന്ന ടൈം മാർക്കറ്റ് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വീണ്ടും വേണമെങ്കിൽ മാറ്റിക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാം. ഏകദേശം 30 നിന്ന് വീണ്ടും ഒരു 15 സെൻറ്റിൻ്റെ ഇൻക്രീസ് ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ മാറ്റിക്കിൽ. അടുത്ത് ഞാൻ പറഞ്ഞ ഹെഡേര എന്ന് പറയുന്ന പ്രോജക്റ്റാണ്. ഏകദേശം അത് പലർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്ന പ്രോജക്റ്റാണ്. 0.12 ആണ്. ആർബിട്രവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രോൺസ് എന്ന് പറയുന്ന പ്രോജക്റ്റ് നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നതാണ്. 0.07 പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈ എടുക്കാൻ വേണ്ടി. അതിനുശേഷം 0.24 വരെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 0.18 ആണ്. ICP മാർക്കറ്റ്, KS ഇങ്ങനത്തെ പല പ്രോജക്റ്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ പോയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. അൽഗോ, ഗല, ജാസ്മി പ്രോജക്റ്റൊക്കെ മുമ്പോട്ട് പറയുന്നതാണ്. ജാസ്മി, മനയൊക്കെ മുമ്പോട്ട് പറയുന്നതാണ്. ജാസ്മിയൊക്കെ ഏകദേശം 200% മുകളിൽ പലർക്കും പ്രോഫിറ്റ്
വന്നിട്ടുണ്ട്. പിന്നെ ഫ്ലെയർ എന്ന് പറയുന്ന നെറ്റ്വർക്ക് അത് ഈ ഇടയ്ക്ക് പമ്പായിട്ടുണ്ടായിരുന്നു ഫ്ലെയർ. അതുപോലെ തന്നെ KCS നമ്മുടെ KuCoinൻ്റെ പ്രോജക്റ്റ്, അതും താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അയോട്ട 0.10 പറഞ്ഞാണ്. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, അത് പോയിട്ട് വാച്ച് ചെയ്യുക. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ വാച്ച് ചെയ്തുകൊണ്ട് ആ ഒരു വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടി ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. ഞാൻ ഏതൊക്കെ കോയിനാണ് ബെസ്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്, അത് എത്രമാത്രം പെർസെൻറ്റേജ് ഇൻക്രീസ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത കിട്ടുന്നതായിരിക്കും. നല്ല പ്രോജക്റ്റ്, ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ച് ഏതാണോ, ബെസ്റ്റ് സെല്ല് ഏതാണോ അതിൽ മാത്രം സെല്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഡൗട്ടാണ് ക്രിപ്റ്റോയിലുള്ളവർക്ക്, ഇനി ആൾട്ട് കോയിൻസ് കൂടുതൽ ഹൈ ആകുമോ, അതോ ഈ ഒരു പോയിന്റിൽ എല്ലാ പ്രോജക്റ്റും സെല്ല് ചെയ്യണോ, ഇങ്ങനെയൊക്കെ കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഞാൻ പറയുന്ന എപ്പോഴും നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. സ്ട്രാറ്റജി ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതാണ് നല്ല പ്രോജക്റ്റ്, ഏതാണ് ബൈ പ്രൈസ് റേഞ്ച്, ഏതാണ് സെൽ ടാർഗറ്റ്. 85,000-90,000 USD ബിറ്റ്കോയിൻ്റെ പ്രൈസ് എത്തുന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് 100% മുകളിൽ വന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങൾ ഒരു 15-25% നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏകദേശം ഷിബയൊക്കെ കുറേ പേര് സെല്ല് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഷിബ പറഞ്ഞ പ്രൈസ് റേഞ്ച്, ഷിബ, ട്രോണ്, ഡോഗി ഒക്കെ മിക്കവരും സെല്ല് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു 80% ക്വാണ്ടിറ്റി ഷിബ അതുപോലെ തന്നെ ഡോഗിയൊക്കെ പലരും ഹോൾഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ സെൽ ടാർഗറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഹ്യൂജ് ആയിട്ടുള്ള പോയിൻ്റാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതുവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് ഗോൾഡിൻ്റെ പ്രൈസിനനുസരിച്ചിട്ടിരിക്കും അടുത്ത മാർക്കറ്റിൻ്റെ കണ്ടീഷൻ. ഇവിടെ നിന്ന് സൈഡ് വൈസ് ആണ് നിന്നാൽ നിങ്ങൾ പേടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീണ്ടും പുതിയ ഹൈലോട്ട് പോകുന്നതായിരിക്കും. പക്ഷേ ഗോൾഡ് പ്രൈസ് ഡൗണിലോട്ട് വീഴുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസും ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും വീണ്ടും ഡൗണിലോട്ട് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് നല്ല പ്രോജക്റ്റ് ബൈ ചെയ്ത് താല്പര്യമുള്ളവർ ഹോൾഡ് ചെയ്യുക. പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട ടൈമിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് പ്രോഫിറ്റ് ബുക്ക് നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനിയും ഹൈ ആകുന്നതനുസരിച്ച് സെല്ല് സ്റ്റാർട്ട് ചെയ്യുക. ഇനി ബിറ്റ്കോയിൻ്റെ പ്രൈസ് 1 lakh USD ഒക്കെ എത്തുന്ന ടൈം എന്ന് പറയുന്ന ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് വീണ്ടും വേരിയേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർഡിൻ്റെ ഇപ്പോൾ 0.84 ആണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇവിടെ നിന്ന് 1 lakh പോയി കഴിഞ്ഞാൽ ഇത് 1 USD ടച്ച് ആവുന്നതായിരിക്കും. ആ ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും കുറച്ച് വേണമെങ്കിൽ കാർഡിനോ സെല്ല് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡോഗി എന്ന് പറയുന്നത് ചിലപ്പോൾ 1 lakh നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ടച്ച് ആവുകയാണെങ്കിൽ ഇവിടെ 0.50 അര $US വരുന്നതായിരിക്കും. ആ ടൈം നിങ്ങൾ വീണ്ടും ഒരു 20% ഡോഗി സെല്ല് ചെയ്യുക. എൻ്റെ സെൽ ടാർഗറ്റ് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡോഗിയിൽ 1 USD ആണ്. 1 USD എത്തുന്ന ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു 80% ഡോഗി നിങ്ങൾ സെല്ല് ചെയ്തിരിക്കണം. ബാക്കി ഒരു 20% മാത്രം ഹോൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ.